സ്നേഹിതരെ, നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാതവന്ദനം. ഒരിക്കൽ ഒരു അധ്യാപകൻ ഒരു കുട്ടിയോട് ചോദിച്ചു, നിന്നെ ദേഹോദ്രവം ഏൽപ്പിക്കുകയും അസഭ്യം പറയുകയും ചെയ്ത ഒരാളോട് നിനക്ക് ക്ഷമിക്കാൻ കഴിയും? കുട്ടി മറുപടി നൽകി, തീർച്ചയായും കഴിയും. മറ്റേ കുട്ടി എന്നേക്കാൾ വലുതാണെങ്കിൽ മാത്രം. നമ്മളിൽ പലരും ഇപ്രകാരമാണ് ക്ഷമിക്കാറുള്ളത്. ആളും തരവും കണ്ട് ക്ഷമിക്കുന്നവരാണ് നമ്മളിൽ മിക്ക പേരും. ക്രിസ്തീയതയുടെ അടിസ്ഥാന കല്ലുകളിൽ ഒന്ന് ക്ഷമിക്കുക എന്നുള്ളതാണ്. ഹൃദയംഗമായി ക്ഷമിക്കാൻ കഴിയാത്തത് നിമിത്തം എത്രയെത്ര മാരക രോഗങ്ങൾക്ക് മനുഷ്യൻ അധീനരായിത്തീരുന്നു. ഒരിക്കൽ ബില്ലി ഗ്രഹാം പറഞ്ഞു, ആശുപത്രികളിലെത്തുന്ന രോഗികളിൽ നിരവധി രോഗങ്ങളുടെ കാരണം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയാത്തത് മൂലമാണ്. നമ്മെ ദ്രോഹിച്ച ഒരുവനോട് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മിൽ അവശേഷിക്കുന്നത് ആ വ്യക്തിയോട് പ്രതികാരവും കയ്പുമാണ്. പിന്നീടങ്ങോട്ട് അവരുടെ വീഴ്ചകളും കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നമ്മുടെ കണ്ണും കാതും ജാഗ്രത പാലിക്കും. മാതാപിതാക്കളോട് ക്ഷമിക്കാൻ കഴിയാത്ത മക്കളുണ്ട്, മക്കളോട് ക്ഷമിക്കാൻ കഴിയാത്ത മാതാപിതാക്കളുമുണ്ട്. സ്വന്തം രക്തബന്ധങ്ങളോടും ആത്മീയ സഹോദരങ്ങളോടും ക്ഷമിക്കാൻ കഴിയാത്തവർ ധാരാളമുണ്ട്. മാനുഷിക ബന്ധങ്ങളിൽ മനസ്സിന് മുറിവുണ്ടാവുക സ്വാഭാവികമാണ്. എന്നാൽ അവരോട് ക്ഷമിക്കാൻ കഴിയുന്നത് ദൈവികവും. ബൈബിളിൽ പഴയ നിയമത്തിൽ യോസഫ് ക്ഷമിക്കുന്നതിന് ഒരു നല്ല ഉദാഹരണമാണ്. യോസഫിന്റെ മരണം ആഗ്രഹിച്ച സ്വന്തം സഹോദരങ്ങൾ മിസ്രൈമ്യർക്ക് അടിമയായി തന്നെ വിറ്റുകളഞ്ഞു. യോസഫ് വർഷങ്ങൾക്ക് ശേഷം തന്നെ ദ്രോഹിച്ച സഹോദരങ്ങൾ തൻ്റെ മുൻപിൽ വന്നപ്പോൾ അവരോട് ക്ഷമിക്കുകയും അവരെ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്തു. പുതിയ നിയമത്തിൽ പ്രാർത്ഥനയോട് ബന്ധപ്പെടുത്തിയാണ് ക്ഷമയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ ശ്രദ്ധേയമാണ്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 12, 14, 15 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല. നമ്മുടെ പ്രാർത്ഥന നിഷ്കളങ്കമായ ഹൃദയത്തിൽ നിന്നായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ക്രൂശിൽ പിടഞ്ഞ് ജീവനെ വെടിയുന്ന കർത്താവ് പ്രാർത്ഥിക്കുന്നത്, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ലൂക്കോസ് 23:34. സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 13:4 വാക്യം പറയുന്നു. സ്നേഹിതരെ, നമുക്ക് ലഭിക്കേണ്ട ഏതെങ്കിലും സൗഖ്യം, അനുഗ്രഹങ്ങൾ നാം മറ്റുള്ളവരോട് ക്ഷമിക്കാത്തത് നിമിത്തം ലഭിക്കാതെ വന്നിട്ടുണ്ടോ? സ്വയം പരിശോധിക്കുക. നിങ്ങൾ ദൈവത്തോടും നിങ്ങളോടും മനുഷ്യരോടും കയ്പും കോപവും വച്ചു പുലർത്താതെ ക്ഷമിക്കുന്നവരാവുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.